കഴിഞ്ഞ വെക്കേഷന് ഞാനും എൻ്റെ കുടുംബവും അബുദാബിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോയപ്പം ഉണ്ടായ ഒരു സംഭവമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത ഒരു സംഭവം. ആക്ച്വലി ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ ട്രാവലിംഗ് എന്ന് പറയുന്നത് വൈഫിൻ്റെ മദറിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറിയാണ്. ഒരു വർഷം മുന്നേ ക്യാൻസർ ആയിട്ട് മരിച്ചുപോയി. അപ്പോൾ അതിൻ്റെ ഒരു ആനിവേഴ്സറി നമുക്ക് കുറച്ച് റിച്വൽസ് ഉണ്ട്. അതിനുവേണ്ടി പോകുന്ന സമയത്താണ് എയർ അറേബ്യ ഫ്ലൈറ്റിൽ ഉച്ചയ്ക്കാണ് ട്രാവൽ ചെയ്ത് തുടങ്ങുന്ന സമയത്താണ് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞു. ആ ടൈമിൽ പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റ് വന്നായിരുന്നു. ഡോക്ടേഴ്സ് ആരെങ്കിലും ഓൺ ബോർഡ് ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. ആരും അതിന് റെസ്പോണ്ട് ചെയ്തില്ല. സോ പെട്ടെന്ന് വൈഫ് അടുത്ത് നിന്നിട്ട് എന്ത് മെഡിക്കൽ എമർജൻസി ആണ് എന്ന് പറഞ്ഞിട്ട് വോളണ്ടിയർലി തന്നെ എണീറ്റ് നടന്നു പോവുമായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് അവിടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അവർ പറയുന്നത് അവിടെ ഡോക്ടർമാരാരും ബോർഡ് ഇല്ലയെന്ന്, ഓൺ ബോർഡ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു നേഴ്സാണ്, ഞാനൊന്ന് നോക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് കാണുന്നത് ഈ ഒരാൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കുനിഞ്ഞ് ഇങ്ങനെ ബാക്ക് സീറ്റിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പുള്ളീനെ ഇങ്ങനെ നേരെയാക്കി നോക്കിയപ്പോഴത്തേക്ക് പുള്ളി ഒട്ടും കോൺഷ്യസ് അല്ലായിരുന്നു, പെയിലായിരുന്നു, ഭയങ്കരമായിട്ട് പൾസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ശ്വാസം ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വലിച്ചു വരുന്ന ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആയിരുന്നു പുള്ളിക്ക്. ആ സമയമാണ് ഒരു ക്യാബിൻ ക്രൂവ് എമർജൻസി കിറ്റുമായിട്ട് വരുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് അത് ഓപ്പൺ ചെയ്തു, അതിൽ ഓക്സിജൻ കണക്ട് ചെയ്തു, പൾസ് ഓക്സി എടുത്ത് ഞാൻ പൾസ് ഓക്സി നോക്കിയപ്പോഴത്തേക്ക് ഓക്സിജൻ്റെ സാച്ചുറേഷൻ നല്ല ലോ ആയിരുന്നു. അപ്പം തന്നെ ഞാൻ ക്യാബിൻ ക്രൂവിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് എന്തായാലും എമർജൻസി ലാൻഡിങ് വേണ്ടി വരും, പേഷ്യൻ്റെ കണ്ടീഷൻ ഭയങ്കര ക്രിട്ടിക്കൽ ആണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു ഈ മെസ്സേജ് ഞാൻ ക്യാപ്റ്റനിലേക്ക് പാസ് ചെയ്യാം. ആ സമയത്ത് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ഓക്സിജൻ കൊടുക്കുന്നുണ്ടായിരുന്നു, സാച്ചുറേഷൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കാണുന്നുണ്ട് പുള്ളിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, വളരെയേറെ സഫോക്കേറ്റഡ് ആണ്. അപ്പോൾ തന്നെ പുള്ളിയുടെ ഫ്രണ്ട് വന്നിരുന്നു. അപ്പോഴാണ് പുള്ളി പറയുന്നത് റമദാൻ ടൈം ആയതുകൊണ്ട് പുള്ളി ഫാസ്റ്റിംഗ് ആണ്. ദെൻ പുള്ളിക്ക് ബാക്ക് പെയിൻ കാരണമാണ് പുള്ളി നാട്ടിൽ പോകുന്നതെന്നും പുള്ളി ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടെന്നും ആ ടാബ്ലറ്റിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാമെന്ന് അപ്പോഴാണ് അറിയുന്നത് ശരിക്കും മെഡിക്കൽ കണ്ടീഷൻ. ദെൻ അതനുസരിച്ച് അവർ ആ ട്രീറ്റ്മെൻറ്റ് തുടരുകയും ക്യാബിൻ ക്രൂ വന്ന് പറഞ്ഞു നമുക്ക് എന്തായാലും എമർജൻസി ലാൻഡിങ് പറ്റത്തില്ല, എമർജൻസി ലാൻഡിങ് ചെയ്യണമെങ്കിൽ ഐദർ കറാച്ചിയിലോ അല്ലെങ്കിൽ മുംബൈയിലേ പറ്റുള്ളൂ, അതിന് എന്തായാലും ഒരു 1.5 hour എടുക്കും എന്ന മെസ്സേജ് കിട്ടി. അതിനിടയിൽ ഒരു സിലിണ്ടർ തീർന്നു, രണ്ടാമത്തതെടുത്ത് വച്ചു, അത് ഏകദേശം തീരാറായി. അപ്പോഴാണ് ക്യാബിൻ ക്രൂ പറയുക എന്നാണ് ഓക്സിജൻ്റെ സിലിണ്ടർ 3 ഉള്ളൂ. അങ്ങനെ ഓക്സിജൻ സിലിണ്ടറുകൾ മാറ്റി ഞാൻ രണ്ടാമത്തെ സിലിണ്ടർ വച്ചു. അങ്ങനെ ഞാൻ പൾസ് ഓക്സി വെച്ച് നോക്കിയപ്പോഴത്തേക്ക് പേഷ്യൻ്റെ കണ്ടീഷൻ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. പേഷ്യൻ്റെ പേര് പറഞ്ഞു എൻ്റെ അടുത്ത്, ഇങ്ങനെ ചോദിച്ചു എന്താണ് കാര്യം. അപ്പം പറഞ്ഞു ഇങ്ങനെ മെഡിസിൻ കഴിച്ചിട്ടാണ് വന്നത് എന്നെല്ലാം പുള്ളി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ക്യാബിൻ ക്രൂവിൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പം എന്തായാലും എമർജൻസി ലാൻഡിങ്ങിൻ്റെ ആവശ്യമില്ല, എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പുള്ളിക്ക് ഞാൻ വെള്ളം കൊടുത്തു, ഓൺ ആൻഡ് ഓഫ് ഓക്സിജൻ വച്ചിട്ട് ഞാൻ പുള്ളീനെ ട്രിവാൻഡ്രത്തേക്ക് നമ്മൾ എത്തിച്ചു. ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ നേരത്തെ പറഞ്ഞ പ്രകാരം മെഡിക്കൽ ടീം മെമ്പേഴ്സും എല്ലാവരും വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളും. അദ്ദേഹം അവരൂടെ പോകുന്ന കണ്ടപ്പം എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും അഭിമാനവുമാണ് എനിക്ക് തോന്നിയത്. ഈ ഹാൻഡ് ഓവർ ചെയ്ത് ദെൻ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ക്യാബിൻ ക്രൂവും അവരുടെ ടീമും ഒന്ന് ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. ദെൻ ഈ പുള്ളിയുടെ കൂടെ വരുന്ന ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു ഇത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, ഇങ്ങനൊരു സിറ്റുവേഷനിൽ ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന്. ദാറ്റ് ഈസ് എ വെരി ഗ്രേറ്റ് ഹെൽപ്പ്. അത് കേട്ടപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള ആലോചിച്ച് ഐ വാസ് വെരി പ്രൗഡ്. നമ്മൾ ഒരിക്കലും പുഷ് ചെയ്തിട്ടില്ല, ഞാൻ ഒരിക്കലും പുഷ് ചെയ്തിട്ടില്ല. വോളണ്ടിയർലി ആണ് പോയി സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് കൊടുത്തത്. ഐ എം സോ പ്രൗഡ് അബൌട്ട് ദാറ്റ് ഷീ വാസ് ഏബിൾ ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ. It takes a real hero to implement your knowledge and skills in an unusual environment, saving a patient's life outside of work. Thanks, Kavya, to be one of our team. Thanks to be with high commitment, high dedication to your work, and your attitude inspire your colleagues to be also like you, a hard worker and a good nurse. In the sky, a life was fading. Kavya's care brought it back. The angel above the clouds.